ഹലോ ഗൈസ്, ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന തലേന്ന് എടുത്ത വീഡിയോ ആണിത്. ഞങ്ങൾ ആൽബിനെ ലീവിന് പോയിക്കായിരുന്നു. അവൾ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ വലിയ ലഗേജുമായിട്ട് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ പോവുകയാണ് ഗൈസ്. രാത്രിയാണ് ട്രെയിന്. അങ്ങനെ അവരോടെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ട്രെയിനൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി ഗൈസ്. വണ്ടി കിട്ടാൻ ഇച്ചിരി ലേറ്റായി. ഞാൻ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് ഞാൻ ബസ്സിലൊക്കെ കയറി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊരു പോസ്റ്ററാണ്. അങ്ങനെ അവിടെ നിന്നൊരു രാത്രി 2 മണിയായി വീട്ടിലെത്തിയപ്പോഴേ. പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ ഉമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് പുട്ടും എല്ലാം ബീഫും എല്ലാം ഉണ്ടാക്കി തന്നു. ഇത് ഞാൻ ചെന്നപ്പോൾ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പോയപ്പോൾ വേണ്ടി വാങ്ങിച്ചതാണ്. റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങിച്ച. രാത്രി 2 മണിക്ക് വേറെ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് പിറ്റേ ദിവസം അതൊക്കെ കുടിച്ച് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഉമ്മയും ഒരു 4:30 ആയപ്പോൾ വോട്ട് ചെയ്യാൻ പോയ വഴിയിലാണ് ഉമ്മക്ക് ഭയങ്കര വോമിറ്റിങ്. അങ്ങനെ എന്തായാലും ട്രിപ്പൊക്കെ മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ രാത്രിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം. പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് പോരേണ്ടി വന്നപ്പോൾ രാത്രി ആകുമ്പോൾ മാങ്ങയൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി വെച്ച്. തലേന്നത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി തന്നു. കടലക്കറിയൊക്കെ ഉണ്ടാക്കി. എന്തായാലും ഞാൻ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രി ഒന്നും എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളെ വീടിൻ്റെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല. നേരെ ഞാൻ എറണാകുളത്തേക്കാണ് വന്നത്. അവിടെ എനിക്ക് പിറ്റേ ദിവസം അവിടുന്ന് പോരേണ്ടതായിട്ടൊരാവശ്യം വന്നിരുന്നു. അവിടെ സ്റ്റാഫ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ അന്നനെയും കൂട്ടി എന്തായാലും ഒരു കറങ്ങാൻ വേണ്ടി പോയി. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പുറത്തുനിന്നാണ് അന്ന് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു ഗൈസ്. അങ്ങനെ അവൾ എന്നെ ഒരുക്കി തരുവാണ്. എവിടെ പോവുകയാണെങ്കിലും പെണ്ണുങ്ങളല്ലേ, നമ്മൾ കുറേ നേരം എത്ര കണ്ണാടിയിൽ നോക്കിയാലും ഒരുങ്ങിയാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ അവളുടെ ഒരു ഒരുക്കവും എൻ്റെ ഒരു ഒരുക്കവും കഴിഞ്ഞപ്പോഴും കുറേ സമയമായി. എന്തായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കണമെങ്കിൽ അവിടെ കണ്ട എല്ലാ കടയിലും കയറി ഇറങ്ങി ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണോ. കുറച്ച് നേരം നടന്ന് ഞങ്ങൾ പാതിരാക്കോയിലെത്തിയേ. അവിടെ പോയി അൽഫാമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോരുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അവളോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ കയറി. ഇന്നത്തെ